ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 207 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലെന്നും യഹൂദയെന്നും രണ്ട് രാജ്യങ്ങളായി മാറ്റപ്പെട്ടു. അങ്ങനെ BC 930 മുതൽ 586 കാലം വരെയും യഹൂദ രാജ്യം 344 വർഷം 20 രാജാക്കന്മാരിൽ ഭരിച്ചു. ഇനി ഇസ്രായേൽ എന്ന വടക്കേ രാജ്യം BC 930 മുതൽ 722 വരെ ഭരിച്ചു. അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങളും ഒന്നായി തീർന്നു. ഇസ്രായേൽ രാജ്യം 208 വർഷം കൊണ്ട് അവസാനിപ്പിച്ചു. ഈ രണ്ട് രാജ്യങ്ങളും തുടർന്ന് ഏകദേശം ഒരുപോലെ ആയപ്പോളെ യഹൂദയുടെ ഭരണമായിരുന്നു, യെരുശലേമായിരുന്നു തലസ്ഥാനം. എന്നാൽ 3 രാജാക്കന്മാരുടെ മോശമായ ഭരണം, പേരൊക്കെ നല്ലതാണെങ്കിലും അവര് ദൈവവഴി വിട്ടവരാണ്. ഒന്ന് യഹോവ യാക്കീം, നല്ല പേരാണ്. രണ്ടാമത്തേത് യഹോവ യാഗീൻ, മൂന്നാമത്തെ ആള് സിദക്കിയാവേ. ഈ 3 രാജാക്കന്മാരുടെ ദുർഭരണ നിമിത്തം, ചുരുക്കം പറഞ്ഞാൽ അവസാനത്തെ രാജാവായിരിക്കുന്ന സിദക്കിയാവ് 2 ദിവസം 36 വാക്യം വായിക്കുമ്പോൾ അവൻ കൽദയുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. ആരുടെ നേരെയാ? യഹൂദന്മാരുടെ നേരെ കൽദയ രാജാവായ നെബൂഖദ്നേസറിനെ വരുത്തിയെന്ന് നോക്കിക്കോണം. ദൈവവഴി വിട്ടുപോയുള്ള ശിക്ഷ അന്യ രാജാക്കന്മാരെ, അന്യജാതികളെ കൊണ്ട് ശിക്ഷ കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എത്ര കഷ്ടമായ കാര്യമാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു, യഹോവയുടെ വചനത്തെ അവർ തിരസ്കരിച്ചു. സിദക്കിയാവിനെ അവരെ ബന്ധിച്ച് നേരെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഈ ഇസ്രായേലിന്റെ രാജഭരണം 586 BC 586 അവസാനിച്ചു. ഭക്തനായ യിരെമ്യാവേ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാജാവിനെ പിടിച്ചുകൊണ്ടു പോകുന്നൊക്കെ പറഞ്ഞപ്പോഴേ യിരെമ്യാവിന് കിട്ടിയ ഊരി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചള്ളയുള്ള കുഴിയിലേക്ക് അവനെ ഇറക്കി. കാരണം അവിടെ കിടന്ന് മരിക്കണം. 38 മുതൽ 52 വരെ യിരെമ്യാ പ്രവചനം ഇസ്രായേലിന് വരുന്നായ അനർത്ഥത്തെ പറ്റിയാണ് പ്രവചിച്ചത്. പക്ഷേ അന്നത്തെ പ്രവാചകന് കിട്ടിയ കൂലി എന്ന് പറയുന്നത് അടിയും കിട്ടി കാരാഗ്രഹത്തിലല്ല, ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഒരു ചള്ളയുള്ള കുഴിയിലേക്ക് കിണറ്റിൽ ഇറക്കി വിട്ടു. എന്നെ കേൾക്കുന്ന അനവധി ആളുകളുണ്ട്. ദൈവവഴി വിട്ടു പോയി കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ അന്യജാതികളെ കൊണ്ടും അന്യരാജാക്കന്മാരെ കൊണ്ട് ശിക്ഷിക്കുമെന്ന് വചനം പറയുന്നു. നാം വചനപ്രകാരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, സത്യഗ്രന്ഥത്തിനനുസരിച്ച് പ്രമാണപ്രകാരം പോയി കഴിഞ്ഞാൽ ലോകത്തിൽ നമ്മെ പരാജയപ്പെടുത്തുവാൻ ആരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ പ്രമാണം വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവം കൈവിടും. ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ശിംശോന്റെ പോലെയാണ്. അവന്റെ ശക്തി പോയപ്പോൾ ശേഷം മനുഷ്യനെ പോലെയായി. 300 കുറുക്കന്മാരെ വരെ പിടിക്കുവാനും 1000 കൊല്ലുവാൻ അവൻ ആരോഗ്യമുണ്ടായിരുന്നു.
കൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവ ശേഷം മനുഷ്യനെ പോലെയായി. ഞാൻ അങ്ങോട്ട് വിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്റെ ക്ലാസ് മുന്നോട്ടും സാധ്യമല്ല. യെരുശലേം ദൈവാലയം നെബൂഖദ്നേസർ തീ വെച്ച് നശിപ്പിച്ചു. മതിലുകളെല്ലാം ഇടിച്ചു നിരത്തി. യൗവനക്കാർത്തികളെയും പിടിച്ചുകൊണ്ടുപോയി. വൃദ്ധന്മാരെ ആദരിച്ചില്ല. പക്ഷേ പ്രവാചകനായ യിരെമ്യാവിനെ പിടിച്ചുകൊണ്ടുപോയില്ല. അത് ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതാണ്. അവൻ വയുവായിരുന്നു നിലവിളിക്കാൻ തുടങ്ങി. ഇസ്രായേലിനെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിലാപങ്ങളിൽ ഒരു പുസ്തകം എഴുതി, 5 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന പുസ്തകം എഴുതി. അവന്റെ നിലവിളി ദൈവത്തോടെ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. വിശുദ്ധ വേദപുസ്തകത്തിൽ വിലാപങ്ങളുടെ പുസ്തകം അഥവാ കരച്ചിലിന്റെ പുസ്തകം എന്നൊരു പുസ്തകം യിരെമ്യാവ് എഴുതി. ഇവരെ പിടിച്ചുകൊണ്ടുപോയി. എല്ലാം തകർന്നപ്പോൾ അദ്ദേഹത്തിന് നിലവിളിയുടെ ചില ഭാഗ്യങ്ങൾ മാത്രം വരെ താല്പര്യപ്പെടുന്നു. വിലാപങ്ങളുടെ പുസ്തകം 1-ാമത്തെ വാക്യം, അയ്യോ, ജനപൂർണമായ നഗരം ഏകാന്തമായി തീർന്നത് എങ്ങനെ? ഇനി 2-ാമത്തെ വാക്യം, അയ്യോ യഹോവ സിയോൻ പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറച്ചതെങ്ങനെ? 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, എന്റെ ജനത്തിൻ പുത്രിമാരുടെ നാശനിമിത്തം ഞാൻ കണ്ണുനീർ വാർത്ത് എന്റെ കണ്ണു മങ്ങിപ്പോകുന്നു. ഭക്തനായ യിരെമ്യാവേ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് തന്റെ കണ്ണിന്റെ കാഴ്ച വരെയും പോയി എന്ന്, കണ്ണുനീരെല്ലാം പോയെന്ന്. 2-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യം, രാത്രിയിൽ യാമാരംഭത്തിൽ ഞാൻ എഴുന്നേൽക്കും, നിലവിളിക്കും. നോക്കിക്കോണം, രാത്രി ഉറക്കമില്ലാത്ത പ്രവാചകൻ. എന്ത്? ഇതൊരു ഭക്തന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതിന് 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എന്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. നോക്കിക്കോണം, ഇവന്റെ ഉത്തരവാദിത്വം നോക്കിക്കോണം. ദൈവം പറയുന്നു, നീ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുകയാണ് ഇതിന്റെ വിഷയത്തിൽ. അവന്റെ പ്രാർത്ഥന തടുത്തു കളയാണ്, നിലവിളിക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, അയ്യോ, പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാർ എവിടെ? 4-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം, അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. വീതികളിൽ അവരെ കണ്ടിട്ട് ആരും തിരിച്ചറിയുന്നില്ല. അവരവസാനത്തെ കരച്ചിൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 21, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തണമേ. യിരെമ്യാവിനോടെ മടങ്ങി വരും. അവനിപ്പോൾ ഭക്തനായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവന് നിലവിളി കേട്ടണം, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തണമേ. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പണ്ടത്തെ പോലെ നല്ല കാലം. കൃപയാല് ഇസ്രായേലിലെ രാജാക്കന്മാരുടെ കുറെ ചരിത്രങ്ങള് ഞാൻ ക്രമീകരിച്ചു. ഇതോടുകൂടി ഈ രാജാക്കന്മാരുടെ ചരിത്രം മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അടുത്ത പ്രാവശ്യം, അടുത്ത ക്ലാസ് വേറൊരു ഭാഗത്തേക്കായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട ഓർത്തുകൊള്ളുക, യിരെമ്യാവിന്റെ അവസാനത്തെ നിലവിളി, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പെന്തക്കോസ്ത് കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഉണ്ടായ ആ പണ്ടത്തെ പോലുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആയിരങ്ങൾ എഴുന്നേൽക്കട്ടെ. ഭാരതം ഒരു ഉണർവുണ്ടാകട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.